ആഗോളതലത്തിൽ എണ്ണവില ഇടിവിന്റെ ആനുകൂല്യം പൗരന്മാർക്ക് നൽകാതെ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ കൂട്ടി. കേന്ദ്രത്തിലെ കൊള്ള ലിറ്ററിന് നേരത്തെ കുറച്ച് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഓരോ ലിറ്ററിനും 2 രൂപ അധിക വരുമാനം കേന്ദ്രത്തിന് ലഭിക്കും. ഇന്നു മുതൽ വർധന പ്രാബല്യത്തിലും വരും. ഇത് ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ലെന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണമെങ്കിലും സമീപ ഭാവിയിൽ തന്നെ വില വർദ്ധിച്ചേക്കും. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 54 ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്. എണ്ണ കമ്പനികൾക്ക് ഇതിലൂടെ വലിയ ലാഭം ലഭിക്കുന്നുണ്ട്. വിലയിടിവിന്റെ ഗുണം സാധാരണയായി ഉപഭോക്താക്കൾക്കാണ് കൈമാറുക. അതിനു പകരം ഈ നേട്ടം എക്സൈസ് തീരുവ കൂട്ടി കൈയടക്കുകയാണ് കേന്ദ്രം. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായി. പുതിയ വർധനയോടെ പെട്രോളിന്റെ എക്സൈസ് തീരുവ ലിറ്ററിന് 13, ഡീസലിന് 10 രൂപയായി ഉയർന്നു. പണപ്പെരുപ്പ് സമ്മർദ്ദം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് വിലവർധന കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കൂടാതെ ഉയർന്ന ഇന്ധന വില ഗാർഹിക ബജറ്റിനെയും താളം തെറ്റിക്കും.